ആദ്യമായി ഈ ചടങ്ങിൽ സംസാരിക്കുന്നത് കെ ജയകുമാർ സാറാണ്. കേരളീയരുടെ പുരാവൃത്ത സ്മൃതികൾക്ക് ഒറ്റുകൊടുത്തുന്ന നിരവധി കവിതകൾ, അതിമനോഹരങ്ങളായ നിരവധി ഗാനങ്ങൾ ജയകുമാർ സാറിൻ്റെതായി മലയാളം ആഘോഷിക്കുന്നുണ്ട്. നേരത്തെ കുറേ വിശേഷങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതിനായി ജയകുമാർ സാറിനെ ഒരു ആദരവോടെ ക്ഷണിക്കും. ഇവിടെ സന്നിഹിതരായിട്ടുള്ള സഹൃദയ സദസ്സിനും കവിത ആരംഭിച്ചവർക്കും ഈ സംസാരിക്കേണ്ടവർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയപൂർവ്വമുള്ള നമസ്കാരം. മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എങ്കിലും ഇന്നത്തെ ഈ പരിപാടിയിൽ ഞാനൊരു ലജ്ജാലുവായ ഒരു പുതിയാപ്പിളയാണ് എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ കവിതയെക്കുറിച്ചോ കവിതയെപ്പറ്റി പൊതുവായോ ഉള്ള ദീർഘമായ ഒരു പ്രഭാഷണത്തിനൊന്നും ഇന്ന് എനിക്ക് ആവതില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ ഒരു കവി എന്നുള്ളതിലേക്ക് എന്നെ എന്തെന്നില്ലാതെ അത്ഭുതപ്പെടുത്തുകയും ആനന്ദിപ്പിക്കുകയും ചാരിതാർത്ഥ്യമുള്ളവനാക്കി തീർക്കുകയും ചെയ്തു. സ്വന്തം കവിതകൾ, എൻ്റെ കവിതകൾ ഇങ്ങനെ കാസറ്റ് കവിതയായിട്ടൊന്നും വന്നിട്ടുള്ള കവിതകളല്ല. കാരണം ആകെ എഴുതിയതിലൊരു 10-20% മാത്രമേ ഉള്ളൂ ആലാപനക്ഷമമായിട്ടുള്ളത് എന്നെനിക്കറിയാം. അപ്പോൾ ആലാപനക്ഷമമാക്കാൻ വേണ്ടി ഇനിയിപ്പോൾ രേഖയിലും മഞ്ജരിയിലും ഒന്നും എഴുതാനും സാധ്യമല്ല. എഴുതാൻ അറിയാൻ വയ്യാതിട്ടല്ല, പക്ഷേ ഒരു കവിത രൂപപ്പെട്ട് വരുമ്പോൾ രൂപപ്പെടുക എന്നുള്ള വാക്കാണ് കൃത്യമായി വന്നത്. അതിൻ്റെ രൂപം സ്വയം കണ്ടെത്തുകയാണ്. നമുക്ക് പറയേണ്ട കാര്യങ്ങൾ എങ്ങനെ പറയുന്നു എന്നുള്ളത് കവിയല്ല തീരുമാനിക്കുന്നത്, ആ കാവ്യ പ്രമേയം സ്വയം തീരുമാനിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ചില കവിതകളിൽ അത് വൃത്തം സന്നിഹിതമായെങ്കിൽ അത് ആ പ്രമേയം ആവശ്യപ്പെടുന്ന വൃത്തം അല്ലെങ്കിൽ താളം എന്ന് മാത്രമേ ഉള്ളൂ. ചില കവിതകൾക്ക് താളമില്ല എങ്കിൽ അത് ആ പ്രമേയം ആവശ്യപ്പെടുന്ന താളമില്ലായ്മയാണ് എന്ന് അർത്ഥമുള്ളൂ. അല്ലാതെ എന്തെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടോ പോസ്റ്റ് മോഡേൺ കവിയായി അറിയപ്പെടാനുള്ള തന്ത്രങ്ങളല്ല ഇതൊന്നും എന്ന് ആദ്യമേ പറഞ്ഞുകൊള്ളത്. എങ്കിലും എൻ്റെ കവിതകളിലൂടെ ആലപിക്കപ്പെട്ടു, വളരെ ഭംഗിയായി അതിൻ്റെ ഉള്ളറിഞ്ഞ് ഇവിടെ അത് ആലപിച്ചു അല്ലെങ്കിൽ ഇവിടെ അവതരിപ്പിച്ചു എന്നുള്ളത് വളരെ സന്തോഷപ്രദം. എഴുതിയത് ഞാനാണെങ്കിലും അത് കേൾക്കുമ്പോൾ മറ്റാരും എഴുതിയതുപോലെ സന്തോഷത്തോടു കൂടി കേൾക്കാനും എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു സത്യം. പ്രത്യേകിച്ച് 1-2 കവിത എടുത്തു പറയേണ്ട കവിത, ഇവിടെ ദ്രൗപദിയുടെ അവസാന രാത്രിയെ പറ്റിയുള്ള കവിത എന്നെ തന്നെ വളരെ ദുഃഖത്തിലാഴ്ത്തി എന്നുള്ളതാണ് വാസ്തവം. വാസ്തവത്തിൽ അതൊരു ദീർഘമായ ഒരു കാവ്യമായിട്ട് എഴുതാൻ തുടങ്ങിയതാണ് കഴിഞ്ഞ വർഷം. കാരണം ദ്രൗപദിയുടെ അവസാന രാത്രി, ദ്രൗപദിയാണല്ലോ പഞ്ചപാണ്ഡവന്മാരോടൊപ്പം ഇങ്ങനെ സ്വർഗാരോഹണത്തിൻ്റെ പ്രസ്ഥാനത്തിലേക്ക് ഇങ്ങനെ നടക്കുമ്പോൾ ആദ്യം വീഴുന്നത് ദ്രൗപദിയാണ്. വീണതാരും തിരിഞ്ഞു നോക്കാൻ പാടില്ലെന്നാണ് ചട്ടം. പക്ഷേ ഭീമൻ തിരിഞ്ഞു നോക്കി എന്ന് എം ജി പറയുന്നത് മാത്രമല്ല, മഹാഭാരതത്തിലും അങ്ങനെ. അപ്പോൾ എന്താ ദ്രൗപദി ആദ്യം വീഴാൻ കാരണമെന്ന് എനിക്കറിഞ്ഞുകൂടാ, അതിൻ്റെ യുക്തി എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ താനായിരിക്കും ആദ്യം വീഴുന്നത് എന്ന് അറിയാനുള്ള ബോധ്യം അല്ലെങ്കിൽ അത്രയും ഉള്ളറിവ് ദ്രൗപദിക്കുണ്ട് എന്ന് ഞാൻ അനുമാനിക്കുക. അപ്പോൾ അവസാന രാത്രി തള്ളി നീക്കുന്ന ദ്രൗപദി തീർച്ചയായിട്ടും ഉറങ്ങിയിട്ടുണ്ടാവുകയില്ല എന്ന് എനിക്കറിയാമെന്ന് ചോദിച്ചാൽ എനിക്കറിയാം, നമുക്ക് കവികൾക്കറിയാം. ആ അവസാനത്തെ രാത്രി ദ്രൗപദി എന്തൊക്കെയായിരിക്കും ദ്രൗപദിയുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവുക. ഒരുപക്ഷെ അതിഭീകരമായിട്ടുള്ള മഹാഭാരത യുദ്ധത്തിലേക്ക് നയിച്ച സംഭവങ്ങളുടെ മുഴുവൻ നായകസ്ഥാനം, ഉത്തരവാദിത്വം ഒരർത്ഥത്തിൽ ഒരു വൈകാരികമായ ഉത്തരവാദിത്വം തനിക്കില്ലേ എന്ന കുറ്റബോധം ആ സാധ്വിയെ ബാധിച്ചിട്ടുണ്ടാകുമോ ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ അറിയാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി എഴുതിയ വലിയ കവിതയാകേണ്ട ഒരു കൊച്ചു കവിതയാണ് ഇവിടെ ആരംഭിച്ചത്. അതിനെപ്പറ്റി എടുത്ത് പറഞ്ഞു എന്ന് മാത്രം. എൻ്റെ കവിതയെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, ഈ പുസ്തകത്തെ പറ്റി മാത്രമേ ഞാനിന്ന് പറയുന്നു. ഞാൻ കവിത എഴുതാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. എനിക്ക് തോന്നുന്നത് ആദ്യത്തെ പുസ്തകം എഴുതിയത് പുറത്ത് വന്നത് 1986 വെച്ചതാണ്, കോഴിക്കോട് വെച്ചിട്ട്. അന്ന് വൈക്കം മുഹമ്മദ് ബഷീറും NN കക്കാടും ഒക്കെ ആ ചടങ്ങിൽ പങ്കെടുത്തത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇവരോടൊക്കെ ജീവിക്കാനും ഇവരെയൊക്കെ പരിചയപ്പെടാനും ഇവരുടെയൊക്കെ ആശീർവാദം വാങ്ങാനും ഒക്കെ സാധിച്ചത് ജീവിതത്തിൻ്റെ ഒരു സുഹൃതം തന്നെയാണ്. അന്ന് ഞാൻ ആദ്യത്തെ കവിതാ പുസ്തകമാണ് എഴുതിയതെങ്കിലും
പ്രകാശിപ്പിച്ചതെങ്കിലും എന്നിലെന്തോ ഒരു കവി എന്നുള്ള നിലയ്ക്ക് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ മഹാസാഹിത്യകാരന്മാർ ആ അളകാപുരിയുടെ ഓഡിറ്റോറിയത്തിൽ ഒത്തുകൂടിയ 86 ഒരു അപരാഹ്നം ഞാൻ ഓർത്തു പോവുകയാണ്. അതുകൊണ്ട് ഇന്നിപ്പോൾ 10, 12, 13 കവിതാ പുസ്തകങ്ങൾ, 47 അല്ലാതെ എല്ലാ കൂടെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്കുള്ള എൻ്റെ യാത്രയുടെ തുടക്കം ഈ എഴുത്തുകാരൊക്കെ എനിക്ക് തന്ന അംഗീകാരവും സൗഹൃദവും സ്നേഹവും പ്രോത്സാഹനവുമാണ് എന്നെടുത്ത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഒരു കാര്യം പറഞ്ഞാൽ എൻ്റെ കവിതയെപ്പറ്റിയുള്ള എൻ്റെ പരാമർശങ്ങൾ അവസാനിപ്പിക്കാം. ഡോക്ടർ മിനി പ്രസാദ് ദീർഘമായി സംസാരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം കുറേ കാലമായി എൻ്റെ കവിത ആരും മൈൻഡ് ചെയ്യാതിരുന്ന കാലത്തും, ഇപ്പോഴും മൈൻഡ് ചെയ്യുന്നതല്ല, നിങ്ങളൊക്കെ മൈൻഡ് ചെയ്തിട്ടുണ്ട്, അത് ധാരാളം. എൻ്റെ കവിതയെ ആരും മൈൻഡ് ചെയ്യാതിരുന്ന കാലത്തും മിനി പ്രസാദ് എൻ്റെ കവിതയിൽ എന്തോ ഉണ്ടെന്ന് കണ്ടുപിടിച്ച ഒരാളാണ്. എനിക്ക് മിനി പ്രസാദിനോട് എന്തെന്നില്ലാത്ത കടപ്പാടുണ്ട്. കാരണം ഞാൻ ഈ എന്താണ് സാഹിത്യത്തിൻ്റെ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം രാഷ്ട്രീയം കളിക്കാം. എനിക്ക് ആകെ ഒരൊറ്റ രാഷ്ട്രീയ നേതാവുള്ളത് സബാഷിനാണ്. എനിക്കത് വല്ലതും തോന്നി ഞാൻ സബാഷിനോട് പറയും, സബാഷ് ഇങ്ങനൊരു പരിപാടി നടത്തിയാലോ, ആ പൊളിറ്റിക്സേ ഉള്ളൂ എനിക്ക്, അല്ലാതെ സാഹിത്യത്തിലെ ഉപജാപങ്ങളോ ഒന്നും തന്നെ എനിക്കില്ല. അതുകൊണ്ട് എൻ്റെ കവിതകളെ പറ്റി ആരും അങ്ങനെ വലിയ ഗവേഷണം നടത്തിയിട്ടുമില്ല, പ്രബന്ധം എഴുതിയിട്ടുമില്ല. അതിലെനിക്ക് വിരോധവുമില്ല. നീ പറഞ്ഞാലും തിരയടിക്കും നീലക്കുയിലേതും ഗാനം എന്ന ആ പഴയ വരികളാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. പണ്ട് 56 വയസ്സിൽ മരിച്ചു പോയ വയലാറും പറഞ്ഞില്ലേ എനിക്ക് മരണമില്ലായിരുന്നു. ഇത് പറഞ്ഞാൽ ഈ ഉടലിന് മരണമില്ലായിരുന്നില്ല, ഉടലങ്ങ് പോകും. എന്നാലും ഞാനിവിടെ എഴുതി വെച്ചത് ആരെങ്കിലുമൊക്കെ വായിക്കുമല്ലോ എന്ന്. നമ്മുടെ OMV സാറ് ജ്ഞാനപീഠ പ്രസംഗത്തിൽ പറഞ്ഞൊരു വാക്യമുണ്ട്, ഞാനിവിടെ നിന്ന് പോയാലും എൻ്റെ ഹൃദയം കൊണ്ട് എൻ്റെ സത്ത, എൻ്റെ ആത്മസത്തയുടെ ഭാഗമായിട്ടുള്ള കവിത ഇവിടെ എന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിലനിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞതുപോലെ എല്ലാ കവിക്കുമുണ്ട് അമരത്വത്തോടുള്ള അവൻ്റെ ഒരു അഭിനിവേശം. അതാണ് കവിത എഴുതാനുള്ള കാരണം. അത് പോകട്ടെ, ജീവിതത്തോടുള്ള ഉത്തരവാദിത്വപൂർണമായിട്ടുള്ള ഒരു വൈകാരിക ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വമാണ് എൻ്റെ കവിതയിലൂടെ പ്രകടമാവുന്നത് എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ. പലപ്പോഴും എൻ്റെ ഒരു വാക്ക് കൂടെ പറഞ്ഞില്ലെങ്കിൽ അത് ഒരു ശരിയാവുകയില്ല. എന്തുകൊണ്ടാണ് കെ ജയകുമാറിൻ്റെ കവിതകൾ ഇവിടുത്തെ നിരൂപകർ ശ്രദ്ധിക്കാതെ പോയത് എന്നുള്ളതിനെ പറ്റി എനിക്കിപ്പോൾ പരാതിയില്ല. വയസ്സ് 74 ആയതുകൊണ്ടായിരിക്കും, പാകത വന്നതുകൊണ്ടായിരിക്കും. കാരണം ഞാൻ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ ജീവിക്കുന്ന ഒരു അധികാരിക്ക് അധികാരത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ അധികാരത്തിനോട് സത്യം പറയേണ്ട കവിതയിൽ എങ്ങനെ വ്യാപരിക്കാനാകും എന്നുള്ളൊരു ചോദ്യം തീർച്ചയായിട്ടും അവരെ അലട്ടിയിട്ടുണ്ട്. ഇയാൾ എസ്റ്റാബ്ലിഷ്മെൻ്റിൻ്റെ ഭാഗമായിരിക്കെ ഇയാളുടെ കവിതയിൽ എന്താ കാര്യമുള്ളത്? കവിത ഒരിക്കലും അധികാരത്തിൻ്റെ ഭാഗമാകരുത്. അധികാരത്തിനോട് നേരെ വിരൽ ചൂണ്ടുവാനും സത്യം വിളിച്ചു പറയാനും രാജാവ് നഗ്നനാണെന്ന് പറയാനുമുള്ള ധൈര്യമില്ലാത്തവൻ കവിത എഴുതരുത്. അങ്ങനെ പനിക്കണമെന്ന് പറഞ്ഞില്ലേ, അങ്ങനെയാണ് പനിക്കേണ്ടത്. അധികാരത്തിൻ്റെ ഹുങ്ക് കാണുമ്പോൾ ആവേശം കൊണ്ട് തിളയ്ക്കണം. അപ്പോൾ അധികാരത്തിൻ്റെ ഭാഗമായിരിക്കുന്നവൻ, അപ്പോൾ ഇത് നാട്യമല്ലേ ഈ കവിത? അങ്ങനെ ജയകുമാറിൻ്റെ കവിതയിൽ എവിടെ സത്യം എന്ന് ആരെങ്കിലുമൊക്കെ വിചാരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ അവരുടെ കാഴ്ചപ്പാട് ഭാഗികമായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം ഉദ്യോഗത്തിൻ്റെ ഭാഗമായിരിക്കുകയും ഔദ്യോഗിക സംവിധാനത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, ആ സംവിധാനത്തിൻ്റെ സമസ്ത പ്രതാപത്തോടും കൂടി അഹങ്കാരത്തോടു കൂടി ചീറിപ്പാഞ്ഞിങ്ങനെ അധികാരത്തിൻ്റെ ഹുങ്കാരം കാണിച്ചുകൊണ്ടൊക്കെ നടക്കാം. അതല്ല എങ്കിലോ അധികാരം എന്നുള്ളത് മറ്റുള്ളവരെ സഹായിക്കാനും അവർക്ക് വേണ്ടി സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുവാനുമുള്ള ഒരവസരമാണ് എന്ന് കണ്ടാൽ അധികാര വിനിയോഗം എന്നത് ഒരു മാനവിക പ്രവർത്തനമായിട്ട് മാറും. അത്തരത്തിലുള്ളൊരു മാനവിക പ്രവർത്തനമാക്കി എൻ്റെ ജീവിതത്തെ മാറ്റി എന്ന അഹങ്കാരമാണ് എനിക്ക് കവിത എഴുതാനുള്ള സ്വാതന്ത്ര്യം തരുന്നത്. അതല്ല അധികാരത്തിലെടുത്തുകൊണ്ട് ആളുകൾ മുഴുവൻ വെക്കിട്ട് കയറിയിരുന്നതെങ്കിൽ അങ്ങനെ ഒരുത്തനാണ് ഞാനെങ്കിൽ എനിക്ക് വൈകാരികമായ സത്യസന്ധതയോടുകൂടി കവിത എഴുതാൻ സാധിക്കുമായിരുന്നില്ല എന്ന അഹങ്കാരം ലേശമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഈ വാക്ക് സത്യം, ഇതാണ് എൻ്റെ സത്യം എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇത് അതുകൊണ്ടാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പുസ്തകത്തെ പറ്റി 2 വാക്ക്, കാരണം ഒരുപാട് എഴുതിക്കൊണ്ട് വന്നിരിക്കുകയാണ്. മിനി പ്രസാദ് എനിക്ക് തോന്നുന്നു ഞാൻ 5 കാലമാകുമ്പോൾ പോകും, 6 മണിക്കുള്ള ട്രെയിൻ പിടിക്കണം. അപ്പോൾ ഈ പുസ്തകത്തെ പറ്റി 2 വാക്കൊന്ന് പറഞ്ഞോട്ടെ. ഇത് വളരെ പെട്ടെന്നുണ്ടായ ഒരു ആശയമാണ്. ഈ പരിപാടി നടത്താമെന്ന് സെബാസ്റ്റ്യൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്കൊരു പുസ്തക പ്രകാശനം കൂടെ നടത്താം. ഞാൻ ഈ കുറേ ഇംഗ്ലീഷ് കവിതകളൊക്കെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വിചാരിച്ചു. പക്ഷേ ഫയലൊക്കെ നോക്കുമ്പോൾ അവിടെ എങ്ങുമില്ല. ആ കൂടെ ഒരു കവിതയെ കിട്ടിയുള്ളൂ. ഏതായാലും 20 കവികൾ എന്ന് അനൗൺസ് ചെയ്യുകയും ചെയ്തു. ബാക്കി 19 കവികളും കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ ഞാൻ പരിഭാഷപ്പെടുത്തിയതാണ് എന്ന് നിങ്ങൾ സമ്മതിക്കണം. പറഞ്ഞും പോയി, കവർ അടിച്ചും പോയി. അങ്ങനെ ഈ 20 കവികളിൽ ആദ്യത്തെ മായ അഞ്ചലുവിൻ്റെ കവിത ഒഴിച്ച് ബാക്കി ഒന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഇത് 18-20 കവികളല്ല, എല്ലാം കൂടെ 10-30 കവിതകളുണ്ടാവും 20 കവികളുടെ. ഇതിലൂടെ കടന്നു പോയപ്പോൾ പ്രശസ്തരായിട്ടുള്ള ഇംഗ്ലീഷ് കവികൾ, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ, നോർക്കയുണ്ട്, റിൽക്കയുണ്ട്,
നമുക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാവരുമുണ്ട്. നിങ്ങൾ ഈ പുസ്തകം ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുകയാണ്. ഇവരിലൂടെ കടന്നു പോയപ്പോൾ പെട്ടെന്നാണല്ലോ കടന്നു പോയത്. ഉണ്ടായ ഒരു തിരിച്ചറിവ് കൂടി പറഞ്ഞ് ഞാൻ നിർത്തും. അത് കുറച്ച് ശത്രുക്കളെ ഉണ്ടാക്കുമെന്ന് അറിഞ്ഞൂടെ ഞാൻ ഈ പറയുന്നത്. കാരണം ഈ വിശ്വമഹാകവികൾക്കൊന്നും ജാടയില്ല. വിശ്വമഹാകവികൾ എഴുതുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും. വിശ്വമഹാകവികളുടെ ആശയ ലോകത്തിനോടൊപ്പം സഞ്ചരിക്കാൻ നമുക്കൊരു വിഷമവുമില്ല. അവരുടെ കവിതയിൽ ദുർഗ്രഹതയില്ല. അത് നമുക്ക് എന്തിനാണ് ആ കവിത എഴുതിയതെന്ന് മനസ്സിലാവും. ഏറ്റവും കൂടുതലായിട്ട് 2024-ലോ 2023-ലോ കവിതയ്ക്ക് നോബൽ പ്രൈസ് കിട്ടിയ ലൂയിസ് ഗ്ലുക്ക് എന്ന് പറയുന്ന അമേരിക്കൻ കവികളൊക്കെ മരിച്ചുപോയി. അവർ വളരെ ദുഃഖ സാന്ദ്രമായിട്ടുള്ള കവിതകൾ എഴുതുന്ന ആളാണ്. അവരുടെ മുഴുവൻ പുസ്തകങ്ങൾ ഞാൻ ഒരു പുസ്തകം വാങ്ങി. ഇതിനകത്ത് 2 കവിതകളേ ഉള്ളൂ. പക്ഷേ എന്തൊരു സുതാര്യമായിട്ടാണ് ആത്മാവിൻ്റെ സുതാര്യതയിൽ അങ്ങനെ കുളിച്ചു നിൽക്കുന്ന ആ ഒരു കവിത വായിച്ചപ്പോൾ എനിക്ക് വാസ്തവത്തിൽ തോന്നി. അതേസമയത്ത് ഇവിടെ ചില വാരികകളിലൊക്കെ വരുമ്പോൾ ഈ കവിതകളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് വിവരക്കേടായി, എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ എന്ന് തോന്നുന്നത് എന്തുകൊണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മലയാള കവിതയ്ക്ക് എവിടെയോ വച്ച് ചില 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 ഇഷ്ടതയല്ല, ചില തെറ്റിദ്ധാരണകൾ അവരവരെ പറ്റി തന്നെ ഉണ്ടായി. ഇങ്ങനെയാണ് കവിത ഇരിക്കേണ്ടത് എന്ന് ആരോ ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുത്തല്ലോ എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നി. അതുകൊണ്ടായിരിക്കാം മലയാള കവിതയിൽ ജിജി അവതരിക്കുന്നത്. മലയാള കവിതയിൽ വളരെ ഉപരിപ്ലവമായിട്ടുള്ള കാര്യങ്ങളെ കവിതയ്ക്ക് പാടുള്ളൂ എന്നിവിടെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുത്തെങ്കിൽ അതൊക്കെ തിരുത്താനും ഉത്തമ കവിത എന്താണെന്ന് മനസ്സിലാക്കാൻ എൻ്റെ കവിതയല്ല കേട്ടത്. നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ള പലരുടെയും കവിതകൾ, ലോർക്കയുടെ കവിതകൾ, റിൽക്കയുടെ കവിതകൾ, അങ്ങനെയുള്ളവരുടെ കവിതകൾ വായിച്ചപ്പോൾ എനിക്കുണ്ടായ അനുഭൂതിക്ക് അന്തമില്ല. ഇങ്ങനെയൊക്കെയാണ് കവിതകൾ എഴുതേണ്ടത് എന്ന് എനിക്ക് തന്നെ ബോധ്യപ്പെട്ട ഒരു അനുഭവം, പരിഭാഷ അനുഭവമായിരുന്നു ഈ കവിത, ഈ പുസ്തകം. അതുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ കുറ്റമറ്റങ്ങളൊക്കെ തീർത്ത് ഇത് നല്ല പതിപ്പായിട്ട് വീണ്ടും ഇറക്കണം. പെട്ടെന്ന് ഇറക്കിയതായിട്ടുള്ള കൈകുറ്റപ്പാടുകളൊക്കെ ഉണ്ടാകും. എങ്കിലും ഈ പുസ്തകം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള വിചാരത്തോടുകൂടി എനിക്കിവിടെ നൽകിയ ഈ ആലാപന ചർച്ച ആദരവിന് ഞാൻ ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഏറ്റവും ഹൃദ്യമായി നിങ്ങളോട് സമർപ്പണം, എൻ്റെ ഒരു ആത്മസമർപ്പണം മാത്രം നടത്തിക്കൊണ്ട് വായനക്കാരെ വരുന്നത് നമ്മൾക്കൊരു 1000 കൂട്ടങ്ങളില്ലേ പറയുവാൻ എന്നൊക്കെ പറഞ്ഞ വയലാറിൻ്റെ വരികളില്ലേ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്കാണ് എൻ്റെ ധന്യവാദം എന്ന് മാത്രം പറഞ്ഞ് 5:15 ഞാൻ പോകുമെന്ന് മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് പ്രസാദിനോട് അവരുടെ വാക്കുകൾ കേൾക്കാൻ എനിക്ക് വാക്കിടേക്കൊണ്ട് നീണ്ടുപോയ ഈ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹപൂർവ്വമുള്ള നമസ്കാരം. നന്ദി ശ്രീ ജയകുമാർ സർ. ജയകുമാർ സാറിൻ്റെ കവിതകളെക്കുറിച്ചുള്ള ചർച്ച ആരംഭിക്കുകയാണ്. നമ്മൾ കൃത്യം 6 മണിക്ക് തന്നെ അവസാനിപ്പിക്കും. അതിനെ പോകരുത്. കവിത വായിച്ചത് കുറച്ച് സമയം കൂടെ ഇവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ